ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീടും പരിസരവുമാണ് കേട്ടോ. ഇതാണ് എൻ്റെ കുഞ്ഞു വീട്. എൻ്റെ വീട് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് സീതാമൗണ്ട് ചാമപ്പാറ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ് കേട്ടോ എൻ്റെ വീട് ഉള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അപ്പോൾ വീട് ഈ ഇടയ്ക്ക് ഒന്ന് മെയിൻ്റെനൻസ് ചെയ്ത് ടൈലൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി ഇടുകയാണ്. ടൈലൊക്കെ ഇട്ട് 2 കൊല്ലമേ ആയുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഭവനം. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട്. ചെറിയ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മുയൽ കൃഷി, അതുപോലെ കുറച്ച് പച്ചക്കറി, അതൊക്കെ ഉള്ളൂ. അപ്പോൾ കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലത്തിനുള്ളിൽ ചെയ്യാവുന്ന പറ്റുന്ന ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊന്നും നിങ്ങളെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മുയൽ കൃഷി കേട്ടോ. വളരെ ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഇച്ചിരി വിപുലമാക്കാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ ഒരു ജോഡി മുയലിനെയാണ് മേടിച്ചിരുന്നത്. ഇത് ഈ കളറുള്ള ഇതും ഒരു വെള്ളയാണ് നമ്മൾ ആദ്യം മേടിച്ച് ഈ കൃഷി തുടങ്ങിയത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു 10-25 മുയലായിട്ടുണ്ട്. അപ്പോൾ ഒരു ജോഡിയിൽ നിന്ന് നമുക്ക് ഇത്രയും മുയൽ പെട്ടെന്ന് തന്നെ ആയി. കാരണം ഇതൊരു 10-32 ദിവസം കൊണ്ട് പ്രസവിക്കുന്ന ഒരു ജീവിയാണ്. പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ആവും. അപ്പോൾ അതുകൊണ്ട് മുയൽ കൃഷിയോട് നല്ല ലാഭം തന്നെയാണ്. കാരണം മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പോൾ കിലോയ്ക്ക് 150 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ കിട്ടും. അപ്പോൾ ഒരു മുയലൊക്കെ ഒരു 3-3.5 കിലോയൊക്കെ വലിപ്പം വയ്ക്കുന്ന മുയലുകൾ, 4 കിലോ വരെയൊക്കെ ആവുന്ന മുയലുകളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഒരു ചെറിയ സൈഡ് വരുമാനമാണ്. ഇതിന് വലിയ വരുമാനമൊന്നും ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന പ്ലാവിൻ ചപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല വേനലാണ്, അതുകൊണ്ട് പുല്ലിൻ്റെ ലഭ്യതയൊക്കെ വളരെ കുറഞ്ഞു. ഞാൻ മുയലിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പ്ലാവിൻ്റെ ചപ്പാണ്. ഇതെല്ലാം തിന്നോളും. നമ്മൾ ഈ ഒരുപാട് വിഷപ്പുല്ലുകളൊന്നും കൊടുക്കാണ്ടിരുന്നാൽ മതി. കപ്പയില, അതുപോലെ ഈ ഇഞ്ചമുള്ളു പോലത്തെ ചെടികളൊന്നും കൊടുക്കാണ്ടിരുന്നത്. ബാക്കിയെല്ലാം ഇത് നന്നായിട്ട് തിന്നോളും. ഇതാണ് ഇത് രണ്ടാമത്തെ കൂട്ടിൽ. ഇതൊക്കെ ഇവിടെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. ഇതെല്ലാം ഏകദേശം വലുപ്പമാകാറായി. പിന്നെയുള്ളത് പൊടിക്കുഞ്ഞുങ്ങളാണ്. ചെറിയ കുഞ്ഞുങ്ങൾ. ഇതിപ്പോൾ ഉണ്ടായിട്ട് 2 മാസം കഷ്ടി ആവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ തള്ളമേലാണ് ഈ കിടക്കുന്ന ചാരമേൽ. ഇതൊക്കെ ഇവിടെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇത് ഉണ്ടായിട്ട് അധികമായില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം അമ്മയാണിതാ ഈ കാണുന്ന മയിൽ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മുയലാണ് ഇതിൻ്റെ എല്ലാം മാതാവ്. പിന്നെ നമ്മൾ ഗ്രോ ബാഗിൽ കുറച്ച് ക്യാബേജ് ഒക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ. പിന്നെയുള്ളത് നമ്മുടെ കുറച്ച് ബ്രഹ്മി കൃഷിയാണിത് കേട്ടോ. നമ്മൾ ഇവിടുന്ന് ആവശ്യത്തിന് ഇവിടുന്ന് നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുപോകാറുണ്ട്. നമ്മൾ കിലോയ്ക്ക് 100 രൂപ വെച്ചാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ബ്രഹ്മിയാണ്. ഇതിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നനച്ച് കൊടുക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. വളരെ സമൃദ്ധിയായിട്ടുണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ ബ്രഹ്മി. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കൊക്കെ നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഇത് ബ്രഹ്മി ലേഹ്യം ഉണ്ടാക്കാനും മറ്റു മരുന്നുകൾക്കും കഷായത്തിനും അതിനൊക്കെ ഉണ്ടായിട്ട് വൈദ്യരും പല ഈ ആയുർവേദ ബന്ധപ്പെട്ടവർ ഇവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഇതാണ് ചിലിമ്പിക്ക, ഇരുമ്പമ്പുളി എന്ന് പറയുന്ന സാധനമാണിത്. ഇതിൻ്റെ തണ്ടുകളിൽ ഇതേപോലെ തന്നെ പൂത്ത് നിൽക്കുന്നതാണ്. അപ്പം ധാരാളമായിട്ട് നന്നായിട്ട് കൊലകുത്തി ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇപ്പോൾ കായായി വരുന്നേ ഉള്ളൂ. ഇത് സമൃദ്ധിയായിട്ടുണ്ടാകുന്ന ഇഷ്ടം പോലെ നമുക്ക് അച്ചാറിടാനും കറി വെക്കാനും മീനിൻ്റെ കൂടെയൊക്കെ കറി വെക്കാനൊക്കെ സൂപ്പർ സാധനമാണ്. ഇതിന് മുകളിലേക്കൊക്കെ നന്നായിട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ. അത്
പിന്നെ കുറച്ച് സാധാരണ വഴുതന കൃഷി ഒക്കെ ഉണ്ട്. വഴുതന, അതുപോലെ നമ്മുടെ നെല്ലിക്ക, തക്കാളി, അതുപോലെ ചെറുനാരകം, അതുപോലെ ഇതുണ്ട് പൂത്ത് ഇത് കായാകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചാമ്പയാണിത്. നമുക്ക് ആകെ 10-15 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ഇതിലുള്ളതിൽ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ചെടിയായിരിക്കും, നമ്മുടെ പച്ചക്കറി, നമ്മുടെ കത്തിപ്പയർ എന്ന് പറയും കേട്ടോ. പണ്ടൊക്കെ ധാരാളം കാരണവന്മാരൊക്കെ ധാരാളമായിട്ട് തോരനൊക്കെ വെക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് കത്തിപ്പയർ. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞൊരു തൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടാകും കേട്ടോ. ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു ചെടിയാണിത്. പിന്നെ ചെറുതായിട്ടൊക്കെ തക്കാളി കൃഷിയൊക്കെ ഉണ്ട്. നമുക്ക് വീട്ടാവശ്യത്തിനുള്ള തക്കാളിയൊക്കെ നമ്മളിവിടെ തന്നെയാണ് കൃഷി ചെയ്തുണ്ടാക്കുന്നത്. ഇതൊക്കെ പഴുക്കാറായ തക്കാളിയാണ്. ഇതൊക്കെ നമ്മളിവിടുന്ന് കടയിൽ നിന്ന് ചെറിയ തൈകൾ വാങ്ങി വെച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ശരിക്ക് അധികം കെയറിങ് ഒന്നും വേണ്ട. നമ്മൾ അല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു ചെറിയ നമ്മൾ ഈ മുയൽ വളർത്തുന്നതുകൊണ്ട് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുയലിൻ്റെ കാഷ്ടം നമുക്ക് വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ പല ഗുണം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചാണാൻ പോലെയല്ല, നമുക്ക് പച്ചയ്ക്ക് വേണേലും അന്നേരം തന്നെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ടിടാം. ചാണാൻ അങ്ങനെ ഇടാൻ കഴിയില്ല, ചാണകത്തിന് ചൂടാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അന്നേരം തന്നെ ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടിട്ട് നല്ല വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇവിടെയും കുറച്ച് ക്യാബേജും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട് പരിസരം കേട്ടോ. പിന്നെ നമുക്ക് 2 കുഞ്ഞന്മാരുണ്ട്. ഇതാ ഇവിടെ ഉണ്ടായതാണ്. നമ്മുടെ പെറ്റാണ് കേട്ടോ 2 പേരും. ഇവരൊക്കെയാണ് ഇവിടുത്തെ മെമ്പേഴ്സ്. ഇതൊരു മഞ്ഞ ചെടിയാണ്, ഒരു കൊന്ന പോലത്തെ ഒരു ചെടിയാണ്. നല്ല പൂമരമാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമായിരിക്കും. ധാരാളം റോഡ് സൈഡിലൊക്കെ കാണുന്നൊരു ചെടിയാണ്. ഒരു മരമാവുന്ന സൈസുള്ള ചെടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഉള്ളത് സപ്പോട്ടയാണ് കേട്ടോ. ഇതൊക്കെ പഴുക്കാറായി കിടക്കുന്നതാണ്. കണ്ടോ, നന്നായിട്ട് വിളഞ്ഞ് പഴുക്കാറായി കിടക്കുന്ന സപ്പോട്ടയാണ്. ഇതിനൊക്കെ നല്ല മാർക്കറ്റുള്ള സാധനമാണ് കേട്ടോ. നമുക്കൊന്നും ഇതിന് വലിയ വിലയൊന്നുമില്ല. ഞാനിത് ഭയങ്കര ചോലയായിട്ട് കുറേ കമ്പൊക്കെ ഇതിൻ്റെ ഇറക്കി കളഞ്ഞു. പക്ഷെ അത് ഭയങ്കര ഇത് ഇല്ലാത്തവർക്ക് അതിൻ്റെ വിഷമം അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മളത് അതിൻ്റെ കുറേ ഭാഗം നമ്മൾ വെട്ടിക്കളഞ്ഞു. എന്നാലും ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇത് ഇഷ്ടംപോലെ ഉണ്ടാകുന്നതാണ്. സുഹൃത്തുക്കളെ, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ. പിന്നെ എനിക്ക് 2 ആൺകുട്ടികളാണ്. ഇളയ ആൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി കഴിഞ്ഞു. മൂത്തയാൾ എൻജിനീയറിങ്, ഓട്ടോമൊബൈൽ എൻജിനീയറിങ് കഴിഞ്ഞു. പുള്ളിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളി യൂട്യൂബ് ചാനലിൻ്റെ പേര് ടെക് ഫോർ ട്രെൻഡ് എന്നാണ്. ഒരു 85,000 സബ്സ്ക്രൈബറൊക്കെ ഉണ്ട്. അത് നല്ല രീതിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എൻ്റെ ഭാര്യ, പിന്നെ ചെറിയ കുടുംബമാണ് നമ്മുടെ. അപ്പം ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നത് കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട്, നല്ലൊരു പാചകവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ.